ഇന്ന് രാഷ്ട്രീയ വിവാദങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ അനുവാദം വാങ്ങിക്കൊണ്ടാണോ? പ്രതിപക്ഷം ഇതിനെ ഒരു താൽക്കാലിക അനുമതിയായി ചിത്രീകരിക്കുമ്പോൾ ലോകം കാണുന്നത് ഭാരതത്തിന്റെ തന്ത്രപരമായ സ്വയംഭരണമാണ്. 140 കോടി ജനങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് വാഷിംഗ്ടണിലല്ല, മറിച്ച് ന്യൂഡൽഹിയിലാണെന്ന് തെളിയിച്ച ആ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇന്ന് എത്രത്തോളം കരുത്തരാണെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയും. 2022 ഫെബ്രുവരി 24 ലോക ചരിത്രം മാറ്റിമറിച്ച ദിവസം. റഷ്യൻ സൈന്യം ഉക്രൈൻ അതിർത്തി കടന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആഗോള വിപണി തകർന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ കുതിക്കുന്നു. അമേരിക്കയും യൂറോപ്പും ചേർന്ന് റഷ്യക്കെതിരെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. റഷ്യൻ ബാങ്കുകളെ ആഗോള പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കി. അമേരിക്കയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ വിൽപ്പന തടയുക. എന്നാൽ ഇവിടെയാണ് വിരോധാഭാസം. റഷ്യയെ ഉപരോധിക്കാൻ പറഞ്ഞ യൂറോപ്പ് തന്നെ തങ്ങളുടെ ഗ്യാസ് ആവശ്യങ്ങൾക്കായി റഷ്യയെ ആശ്രയിക്കുകയായിരുന്നു. ഈ ഇരട്ടത്താപ്പിനിടയിലാണ് ഇന്ത്യ സ്വന്തം പാത വെട്ടിത്തടിച്ചത്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നമ്മളെ വേട്ടയാടി. രക്തം പുരണ്ട എണ്ണയാണ് ഇന്ത്യ വാങ്ങുന്നത് എന്ന് അവർ ആക്ഷേപിച്ചു. എന്നാൽ ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നൽകിയ മറുപടി ലോകം ഇന്നും ഓർത്തിരിക്കുന്നു. യൂറോപ്പ് ഒരു ഉച്ചയ്ക്ക് വാങ്ങുന്ന റഷ്യൻ എണ്ണയേക്കാൾ കുറവാണ് ഇന്ത്യ ഒരു മാസം വാങ്ങുന്നത്. ഈ ഉറച്ച നിലപാടാണ് ഇന്ത്യയുടെ ഊർജ്ജ നയത്തിന്റെ അടിത്തറ. നമുക്ക് 2026 ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കാം. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ചിത്രം നോക്കിയാൽ ആർക്കും മനസ്സിലാകും നമ്മൾ ആരുടെയും അനുമതിക്ക് വേണ്ടിയല്ല കാത്തു നിൽക്കുന്നത് എന്ന്. 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം പ്രതിദിന ഇറക്കുമതി ഇന്ത്യ ഓരോ ദിവസവും 10 ലക്ഷം മുതൽ 17 ലക്ഷം ബാരൽ വരെ റഷ്യൻ എണ്ണ വാങ്ങുന്നു. ഇന്ത്യയുടെ ആകെ എണ്ണ ആവശ്യകതയുടെ 25% മുതൽ 30% വരെ ഇന്ന് റഷ്യയാണ് നൽകുന്നത്. പ്രതിമാസം ഏകദേശം 280 ലക്ഷം മുതൽ 480 ലക്ഷം ബാരൽ വരെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ തീരത്തെത്തുന്നു. ഇത്രയും വലിയ ഇടപാടുകൾ നടക്കുന്നത് അമേരിക്കയുടെ അനുമതിയോടെയാണെന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്, അല്ലെങ്കിൽ ശുദ്ധ അസംബന്ധമാണ്. കാരണം അമേരിക്കയ്ക്ക് ഈ ഇടപാടുകൾ ഇഷ്ടമല്ല, പക്ഷെ ഇന്ത്യയെ തടയാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ട്? കാരണം വളരെ ലളിതമാണ്. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയും. അപ്പോൾ വില ബാരലിന് $150 $200 ആയി ഉയരും. ഇത് അമേരിക്കയിലെയും യൂറോപ്പിലെയും സമ്പദ് വ്യവസ്ഥയെ തകർക്കും. അതുകൊണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ ഔദാര്യമല്ല, മറിച്ച് ലോക വിപണി തകരാതിരിക്കാൻ അവർക്ക് ഇന്ത്യയെ സഹിക്കേണ്ടി വരുന്നു എന്നതാണ് സത്യം. ഭാരതം എന്തിനാണ് റഷ്യൻ എണ്ണയ്ക്ക് പിന്നാലെ പോകുന്നത്? ഇതൊരു വെറും ലാഭക്കച്ചവടമാണോ? അല്ല, ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഇന്ത്യ സ്വന്തം ആവശ്യത്തിനുള്ള എണ്ണയുടെ 85%-ലധികം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എണ്ണവിലയോടാണ്. എണ്ണവില കൂടിയാൽ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂടും, പച്ചക്കറി വില കൂടും, സിമന്റ്, സ്റ്റീൽ തുടങ്ങി സകല സാധനങ്ങൾക്കും വില കൂടും. റഷ്യ നമുക്ക് വൻതോതിൽ ഡിസ്കൗണ്ട് നൽകി ബാരലിന് $15 മുതൽ $30 വരെ ലാഭത്തിൽ എണ്ണ ലഭിക്കുമ്പോൾ ആ ലാഭം നേരിട്ടെത്തുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്കാണ്. ഒരു ബാരൽ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമ്പോൾ സർക്കാരിന് സബ്സിഡി ഭാരം കുറയുകയാണ്. പെട്രോൾ, ഡീസൽ വിലകൾ വലിയ തോതിൽ വർദ്ധിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം അഥവാ ഫോറക്സ് റിസർവ് സംരക്ഷിക്കപ്പെടുന്നു. ഇന്ത്യൻ സർക്കാർ ചെയ്തത് വിവേകപൂർണമായ തീരുമാനമാണ്. വിദേശത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം പൗരന്മാരെ പട്ടിണിക്കിടാൻ ഭാരതം തയ്യാറല്ല. ഈ ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയത്. ഇന്ത്യൻ ഊർജ്ജ നയം കേവലം റഷ്യയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. നമ്മൾ ആരുടെയും അടിമകളല്ല എന്ന് തെളിയിക്കാൻ ഇന്ത്യ തന്റെ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ചു. ഒരു വശത്ത് റഷ്യയുമായി വലിയ കരാറുകൾ ഒപ്പിടുമ്പോൾ തന്നെ മറുവശത്ത് ഇന്ത്യ US, ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കി. ഖത്തറിൽ നിന്ന് നമ്മൾ വൻതോതിൽ LNG വാങ്ങുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മൾ റഷ്യയെ ആശ്രയിക്കും. റഷ്യയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളുമുണ്ട്. ഇതൊരു മൾട്ടി അലൈൻമെന്റ് നയമാണ്. അതായത് എല്ലാവരുമായും സൗഹൃദം, എന്നാൽ ആരുടെയും ആജ്ഞാനുവർത്തിയല്ല. അമേരിക്കയുമായി ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തമുണ്ട്. എന്നാൽ ആ സൗഹൃദം റഷ്യയുമായുള്ള വ്യാപാരത്തെ ബാധിക്കാൻ ഇന്ത്യ അനുവദിക്കുന്നുമില്ല. ഇതിനെയാണ് തന്ത്രപരമായ സ്വയംഭരണം എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദം നമുക്ക് നോക്കാം. അമേരിക്ക ചില ഇളവുകളൊക്കെ നൽകി എന്നത് ഇന്ത്യയുടെ വിജയമാണോ, അതോ ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങിയതാണോ? സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്ത്യ റഷ്യയെ പൂർണ്ണമായും തള്ളിക്കളയണമെന്നാണ്.
എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ലോക വിപണിയിലെ സ്വാധീനവും അമേരിക്കയെ ചിന്തിപ്പിച്ചു. ഇന്ത്യയെ പിണക്കിയാൽ ആഗോള സാമ്പത്തിക ക്രമം തന്നെ അവതാളത്തിലാകും. അതുകൊണ്ട് അമേരിക്കൻ ഉപരോധങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ കപ്പലുകൾക്കോ ഇൻഷുറൻസ് കമ്പനികൾക്കോ എതിരെ നടപടിയെടുക്കാൻ അവർക്ക് ഭയമാണ്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവുകൾ അമേരിക്കയുടെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമാണ് നമുക്ക് വലുത്. അതെന്നും ഇന്ത്യ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാന വസ്തുത ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇന്ത്യ വെറുതെ എണ്ണ വാങ്ങുക മാത്രമല്ല ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ശേഷിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം. ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് റിഫൈനറി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ വരെ ലോകോത്തര നിലവാരത്തിലുള്ളവയാണ്. നമ്മൾ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അതിവിടെ ശുദ്ധീകരിക്കുന്നു, തുടർന്ന് ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്യുന്നു. അതെ, റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഇന്ത്യയിൽ നിന്നും ശുദ്ധീകരിച്ച എണ്ണ വാങ്ങുന്നു. ഇതിനെയാണ് വിപണിയുടെ കരുത്തെന്ന് പറയുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ റിഫൈനറി ഹബ്ബായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചിലർ ഇന്ത്യയുടെ നയതന്ത്രത്തെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെ അനുവാദം വേണമെന്ന് പറയുന്നത് ഇന്ത്യയെ പോലൊരു വൻ ശക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. വൈകാതെ നമ്മൾ 3-ാം സ്ഥാനത്തെത്തും. ക്വാഡ്, G20, ബ്രിക്സ് എന്നീ സംഘടനകളിൽ ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനവുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാജ്യം ഒരു വിദേശ തലസ്ഥാനത്ത് നിന്നും അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയത് ഇത്രയേ ഉള്ളൂ: ഇന്ത്യയുടെ ഊർജ്ജ നയം ഇന്ത്യൻ ജനതയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ്, അല്ലാതെ വിദേശ സമ്മർദ്ദങ്ങൾക്കനുസരിച്ചല്ല. ഇറാൻ ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യയെ കലുഷിതമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ വരുന്നത് തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ലോകം അന്ധകാരത്തിലാകും. എന്നാൽ ഇന്ത്യ മുൻകൂട്ടി കണ്ടു. ഖത്തർ താൽക്കാലികമായി ഗ്യാസ് ഉൽപാദനം നിർത്തിയപ്പോഴും ഇന്ത്യ പതറാത്തത് റഷ്യയുമായുള്ള ആഴത്തിലുള്ള ബന്ധം കൊണ്ടാണ്. ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ എപ്പോഴും തങ്ങളുടെ സംഭരണ മാർഗങ്ങൾ അഥവാ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് വികസിപ്പിക്കും. ഇന്ത്യ ഇപ്പോൾ അത്രേ ചെയ്യുന്നുള്ളൂ. യുദ്ധമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഇന്ത്യയിലെ വീടുകളിൽ വിളക്ക് അണയില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ ഒരു ഇന്ത്യ ഫസ്റ്റ് നയം, അല്ലെങ്കിൽ പ്രോ ഇന്ത്യ നയം എന്ന് വിളിക്കപ്പെടുന്ന ഊർജ്ജതന്ത്രം. നമുക്ക് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ആരുടെയും കീഴടങ്ങലല്ല, മറിച്ച് തലയുയർത്തി പിടിച്ചുള്ള വിജയമാണ്. നമ്മൾ ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം തടഞ്ഞു, നമ്മൾ ലോക വിപണിയിലെ എണ്ണ ലഭ്യത ഉറപ്പാക്കി, നമ്മൾ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം കാത്തു സൂക്ഷിച്ചു. അതേസമയം തന്നെ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കി. ഇതാണ് പുതിയ ഭാരതം. ഈ ഭാരതം ആജ്ഞകൾ സ്വീകരിക്കുന്നവരല്ല, ആജ്ഞകൾ നൽകുന്നവരാണ്, ചർച്ചകൾ നടത്തുന്നവരാണ്, സ്വന്തം പൗരന്മാർക്ക് ഏറ്റവും മികച്ചത് ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നവരാണ്. ഇന്ത്യയുടെ നയതന്ത്ര വിജയം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാട് ലോകക്രമത്തിൽ വരുത്തിയ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.